ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഹി ഇന്ദ്രനോട് പറയും, മാളുവിനെ കൊണ്ടുപോയത് ഗൗരിയുടെ അമ്മയും സഹോദരനുമാണ്. പക്ഷേ അവരുടെ വിചാരം ഞാൻ മാളുവിനെ എന്തോ ചെയ്യൂ എന്നാണ്. എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ മാത്രം ദുഷ്ടനാണോ ഞാൻ? അവർക്കെന്താ അതൊന്നും മനസ്സിലാവാത്തത്? അപ്പം ഇന്ദ്രൻ പറയും, ഓരോരുത്തര് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് അവരുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. അതൊന്നും തിരുത്താൻ പെട്ടെന്ന് മറ്റൊരാൾക്കും സാധിക്കില്ല. നീ ഇത്തിരി ക്ഷമ കാണിച്ചേ മതിയാവും മഹി. ഇപ്പൊ മാളുവിന് സംഭവിച്ചത് ഒന്നും ഓർമ്മയില്ല. അപ്പൊ മഹി പറയും, എങ്ങനെ ഓർമ്മയുണ്ടാവാനാണ്? അതുപോലത്തെ ഒരു പാതാളക്കുഴിയിൽ വീണ കുഞ്ഞ് ദൈവാനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. അവളെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ വീഴ്ചയുടെ ഞെട്ടലൊന്ന് മാറ്റിയെടുക്കാനുള്ള സമയം പോലും തരാതെയല്ലേ അവര് വന്നത്. അപ്പൊ ഇന്ദ്രൻ പറയും, ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യർക്ക് വാശിയാണ് വലുത്. അവർ എന്തിനു വേണ്ടിയാണ് വാശി കാണിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ പെരുമാറുന്നു. ചിലർ അങ്ങനെയാണ് മഹി. അപ്പൊ മഹി ചോദിക്കും, നീ എന്തിനാണ് ഇന്ദ്ര അവരെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അവർക്ക് വാശിയുണ്ടെങ്കിലേ അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. എൻ്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ച് പന്താടരുത്. അപ്പൊ ഇന്ദ്രൻ പറയും, കോടതിയുടെ മുമ്പിൽ തെളിവുകൾ സമർപ്പിച്ച് തൽക്കാലം അവർ ജയിച്ചു നിൽക്കുകയാണ്. എടുത്തുചാടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ മാളുവിനെ ഒന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ പോലും നമുക്ക് ചിലപ്പോൾ വിലക്ക് കിട്ടും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. മാളുവിനെ ഓർമ്മ തിരിച്ചു കിട്ടി ആരാണ് മാളുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് മാളു കോടതിയിൽ പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പൊ മഹി പറയും, മാളുവിനെ ഒന്ന് സമാധാനത്തോടെ വിട്ടാലല്ലേ അതൊക്കെ നടക്കൂ. നീ വിഷമിക്കാതെ മഹി, എല്ലാം ശരിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാളുവിനെ ഓർമ്മ തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നീ ഒന്ന് സമാധാനിക്കേ. അതേസമയം ഗംഗ മാളുവിനെ കാണാൻ ഗൗരിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഗംഗയെ കാണുമ്പോൾ ഗോകുൽ ചോദിക്കും, നീ എന്ത് ധൈര്യത്തിലാണടി ഈ മുറ്റത്ത് കാലുകുത്തിയത്? അപ്പൊ ഗംഗ പറയും, എനിക്ക് മാളുവിനെ ഒന്ന് കാണണം. അപ്പൊ ഗോകുൽ ചോദിക്കും, എന്തിനെ? ഇതുവരെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹമൊന്നും നിനക്ക് മതിയായില്ലേ? അപ്പൊ ഗൗരിയുടെ അമ്മ ചോദിക്കും, എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ കിണറ്റിലെറിഞ്ഞ് പോരാഞ്ഞിട്ടാണോ നീ പിന്നെയും വന്നിരിക്കുന്നത്? അപ്പൊ ഗംഗ പറയും, ഇങ്ങനെയൊന്നും പറയരുത്. മാളുവിന് ആപത്ത് വരുന്ന കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ ഗോകുൽ പറയും, ഞങ്ങൾ കരുതുക മാത്രമല്ല, നീയാണത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നിന്റെ നാടകം കാണാൻ ഇവിടെ ആർക്കും സമയമില്ല. ഇതൊക്കെ നീ മഹിയുടെയും അവന്റെ വീട്ടുകാരുടെയും മുമ്പിൽ കാണിച്ചാൽ മതി. അപ്പൊ ഗംഗ പറയും, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, പക്ഷേ മാളുവിനെ ഒന്ന് കാണാൻ എന്നെ അനുവദിച്ചാൽ മതി. അപ്പൊ ഗൗരിയുടെ അമ്മ പറയും, നടക്കില്ല. നിന്റെ ഒന്നും തനി സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് ആ കുഞ്ഞ് നിന്നെയും മഹിയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നത്. അത് മുതലെടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് നിന്റെ ഈ വരവെന്ന് ഞങ്ങൾക്കറിയാം. അതെന്തായാലും ഇവിടെ നടക്കില്ല. ഇപ്പൊ ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന്. അപ്പൊ ഗംഗ പറയും, എനിക്ക് മാളുവിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ദൂരെ നിന്നെങ്കിലും മാളുവിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. അപ്പൊ ഗോകുൽ പറയും, നടക്കില്ല. നീ ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ എന്നെ കൈവയ്ക്കാത്തത്. പക്ഷേ പറയുന്നത് അനുസരിക്കാതെ ഇങ്ങോട്ട് കയറാനാണ് നിന്റെ ഭാവമെങ്കിൽ ആ പരിഗണന ഞാൻ മറക്കും. വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാതെ ഇറങ്ങിപ്പോടി. അപ്പോൾ ഗംഗ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് റോഡിൽ നിന്നുകൊണ്ട് മാളുവിനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് കരയുകയാണ്. എന്നിട്ട് വിചാരിക്കും, പാവം മാളു, അവൾ എന്ത് ചെയ്യായിരിക്കും? ഞങ്ങളെ ആരെയും കാണാതെ അവൾ വിഷമിക്കുകയായിരിക്കും. മാളു എന്തെങ്കിലും കഴിച്ചു കാണോ? ഒന്നും അറിയാൻ സാധിച്ചില്ലല്ലോ. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഗൗരി അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് ഗംഗ ഗൗരിയോട് പറയും, ഞാൻ മാളുവിനെ ഒന്ന് കാണാൻ വന്നതാ ചേച്ചി. പക്ഷേ അവരെന്നെ അകത്ത് കയറാൻ സമ്മതിച്ചില്ല, ഇറക്കി വിട്ടു. മാളുവിനെ എനിക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ഗൗരി പറയും, ഗംഗ വിഷമിക്കണ്ട, മാളുവിനെ കാണാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ഗൗരി ഗംഗയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആരും കാണാതെ ഗംഗയ്ക്ക് മാളുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഗംഗ ആരും കാണാതെ മാളുവിൻ്റെ റൂമിലേക്ക് എത്തുകയാണ്. ഗംഗയെ കാണുമ്പോൾ തന്നെ മാളുവിന് വലിയ സന്തോഷമാവാണ് കേട്ടോ. പിന്നെ ഗംഗ മാളുവിനെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാളു ചോദിക്കും, ഗംഗ എന്താ ഇത്ര നേരം മാളുവിനെ കാണാൻ വരാതിരുന്നത്? ഞാൻ ഗംഗയെ കാണാതെ എത്രമാത്രം വിഷമിച്ചെന്നറിയോ? അപ്പോൾ ഗംഗ പറയും, അവരെന്നെ മാളുവിനെ കാണാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ ഞാൻ ആരും കാണാതെ ഒളിച്ചപ്പോൾ വന്നത്. ഞാനിവിടെ വന്ന കാര്യം മാളു ആരോടും പറയരുത്. അപ്പം മാളു ഇല്ലയെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗംഗ എന്നിട്ട് മാളുവിനെ ഓറഞ്ച് ബിസ്ക്കറ്റ് എല്ലാം എടുത്ത് കഴിക്കാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഗംഗ മാളുവിനോട് ചോദിക്കും, മോളെ ആരാ പിടിച്ചുകൊണ്ട് പോയത്? അപ്പോൾ മാളു ഒന്ന് ഓർക്കാൻ ശ്രമിച്ചിട്ട് പറയും, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല ഗംഗേ. അത് ഓർക്കാൻ നോക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുകയാണ്. അപ്പോൾ ഗംഗ പറയും, മോള് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഗൗരി പറയും, ഇനി ഇവിടെ ഇരുന്നാലേ അവർ വരാൻ സാധ്യതയുണ്ട് ഗംഗേ, ഇപ്പം ഇറങ്ങുന്നത് നല്ലത്. ഇത് കേൾക്കുമ്പോൾ ഗംഗ മാളുവിനോട് നീ നാളെ വരാ എന്ന് പറഞ്ഞിട്ട് മാളുവിനെ ആശ്വസിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ രാത്രി മഹി ഗംഗയോട് പറയും, മാളു ശരിക്കും പേടിച്ചു കാണുമല്ലേ?
ആ കിണറിൻ്റെ പേര് കേട്ടിട്ട് തന്നെ പേടി തോന്നുന്നു. അപ്പോൾ ഗംഗ പറയും, ആർക്കും ഒന്നും പറ്റാതെ നമുക്കെല്ലാം രക്ഷപ്പെടാൻ സാധിച്ചത് ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. മാളുവിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെങ്കിലും അവർ മാളുവിനെ കൊണ്ടുപോയതാണ് വലിയ സങ്കടമായത്. അപ്പോൾ മഹി പറയും, നമ്മളെ കാണാതെ മാളു വിഷമിക്കുന്നുണ്ടാകും. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നമ്മൾ ആരും മാളുവിൻ്റെ കൂടെ ഇല്ലല്ലോ. വാശി കാണിച്ച് മാളു ആഹാരം കഴിക്കാതെ ഇരിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഗംഗ പറയും, ഇല്ല മഹിയേട്ടാ, മാളു ആഹാരമൊക്കെ കഴിച്ചു. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, അത് ഗംഗയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഗംഗ പറയും, എനിക്കങ്ങനെ തോന്നി. അപ്പോൾ മഹി പറയും, ഗംഗയ്ക്ക് മാളുവിൻ്റെ വാശി അറിയുന്നതല്ലേ. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും അവൾ വാശി കാണിക്കും. ഗൗരിയുടെ അമ്മ ഒന്നും പറഞ്ഞാലൊന്നും അവൾ അനുസരിക്കില്ല. ഗംഗയുടെ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ പോലും മാൾ അനുസരിക്കില്ലായിരുന്നു. അപ്പോൾ ഗംഗ പറയും, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആരും അറിഞ്ഞില്ലേ? അപ്പോൾ മഹി പറയും, ആ മാറ്റത്തിന് കാരണം ഗംഗയാണ്. എൻ്റെ മാളു എന്നെ സ്നേഹിച്ചു തുടങ്ങിയതും അച്ഛ എന്ന് വിളിക്കുന്നതും എല്ലാം ഞാൻ ആസ്വദിച്ചു വരികയായിരുന്നു. നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നത് നമ്മളെക്കാൾ സ്വപ്നം കണ്ടത് മാളുവാണ്. അപ്പോഴാണ് ദേവേനെ അവിടേക്ക് വരുന്നത് കേട്ടോ. എന്നിട്ട് മഹിയോട് പറയും, നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ മഹി, വന്ന് എന്തെങ്കിലും കഴിക്കേ. അപ്പോൾ മഹി പറയും, എനിക്കിപ്പോൾ ഒന്നും വേണ്ട അമ്മേ. അപ്പോൾ ദേവേനെ പറയും, മാളുവിനെ കുറിച്ചുള്ള ആലോചന കൊണ്ടാണ് നിനക്ക് കഴിക്കാൻ പറ്റാത്തത്. അവളുടെ മുത്തശ്ശിയുടെ അടുത്തല്ലേ, സ്വന്തം അമ്മയുടെ വീടല്ലേ അത്. നമ്മുടെ അടുത്ത് കുഞ്ഞിനെ നിർത്താൻ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ കേസ് പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് മാളുവിന് വേണ്ട നല്ല കെയറെല്ലാം അവർ കൊടുത്തോളും. അതൊന്നും ഓർത്ത് വിഷമിച്ച് ആരോഗ്യം കളയരുത് നീ. ഇതൊക്കെ അവരുടെ താൽക്കാലിക വിജയം മാത്രമാണ്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ ഇവിടെ ആഹാരം കഴിക്കാതെ വയ്യാതെ കിടന്നാൽ ശരിയാവോ? അപ്പോൾ മഹി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരി വന്ന് ഗംഗയോട് പറയും, എനിക്കൊരു സമാധാനം ഇല്ല ഗംഗേ, മാളുവിന് എന്താ ഓർമ്മശക്തി തിരിച്ചു കിട്ടാത്തത്. അപ്പോൾ ഗംഗ പറയും, വീഴ്ചയുടെ ആഘാതത്തിലുണ്ടായ മറവിയാണെന്നല്ലേ ഡോക്ടർ പറയുന്നത്. അത് പതുക്കെ തിരിച്ചു വരും. നമ്മൾ ധൃതി പിടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഗൗരി പറയും, മാളുവിന് ഓർമ്മ തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഗംഗ പറയും, ശ്രീ മഹേശ്വരൻ നമ്മളെ കൈവിടില്ല ചേച്ചി, മാളുവിന് ഓർമ്മ തിരിച്ചു കിട്ടും. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗംഗ മഹിയോട് മാളുവിനെ ഗംഗ പോയിട്ട് കാണുന്ന വിവരം പറയാൻ കേട്ടോ. ഇത് കേട്ട് മഹി ഞെട്ടലോടെ ചോദിക്കും, ഗൗരിയുടെ വീട്ടിൽ പോയിട്ടാണോ നീ മാളുവിനെ കാണുന്നത്? അപ്പോൾ ഗംഗ അതേന്ന് പറയാണ്. പിന്നെ രാത്രി മഹിയും ഗംഗയും കൂടെ ആരും കാണാതെ ഗൗരിയുടെ വീട്ടിലേക്ക് മാളുവിനെ കാണാൻ പോകുന്നതാണ് പ്രൊമോയിൽ അവസാനമായി കാണിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായി മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.